ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നല്ല അടിപൊളി മഴയാണ് കേട്ടോ. അങ്ങനെ വെളിയിൽ പോകാൻ വേണ്ടിയായി റെഡിയായി നിൽക്കുന്നത്. പക്ഷെ നല്ല മഴയുണ്ട്. അപ്പോൾ ഒരുവിധമൊക്കെ റെഡിയായി ഇങ്ങനെ നിൽക്കുകയാണ്, മടിച്ച് നിൽക്കുകയാണ്. ഒന്ന് വെളിയിൽ പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഇത് കണ്ടോളൂ, നല്ല അടിപൊളി മഴ. ഈ മഴയത്ത് വേണം നമുക്ക് വെളിയിൽ പോവാൻ. മടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ നോക്കാം, കുറച്ച് നേരത്തിനുള്ളിൽ മഴ തോഴുമെന്ന് വിചാരിക്കുന്നു. ഹായ് ഗായ്സ്. അപ്പം ഗായ്സ് ഇതാണ് കേട്ടോ. അപ്പം ഞാനിന്ന് മഴയൊക്കെ ആയതുകൊണ്ട് ഇതാ ഒരു ജീൻസും ഒരു ടോപ്പും ആണ് ഇട്ടേക്കുന്നത്. ആദ്യം ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ടു. അതിട്ടപ്പോൾ ഭയങ്കര ലെന്തി ആയിട്ടുള്ള ഒരു ഫ്രോക്കായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് ഇച്ചിരി ഓവറാണ്. കണ്ട വെളി നല്ല മഴയൊക്കെ ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ഇത് നല്ല ഓവറാണ്, അപ്പോൾ ഇത് തന്നെ ഇട്ടാൽ മതി എന്ന് വിചാരിച്ച് ഇതിലേക്ക് മാറിയതാണ്. അതിപ്പോൾ 2 ട്രിപ്പ് ഡ്രസ്സ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന അവസ്ഥയാണിത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ബസ്സിനാണ് പോകുന്നത്. ഈ മഴക്കാലത്ത് ബസ് യാത്ര ഇച്ചിരി അലമ്പാണ്, എന്നാൽ പോലും അത് ഭയങ്കര രസമല്ലേ. മഴയത്തൊരു ബസ് യാത്രയൊക്കെ രസമാണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ഉച്ച സമയം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മഴയുണ്ട്, അതിൻ്റെ കൂടെ നല്ല ഒരു പണിയും കൂടി എനിക്ക് കിട്ടി. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. റോഡൊന്ന് ചെറുതായിട്ട് ക്രോസ് ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി. എന്നിട്ട് ഞങ്ങൾ അടൂർക്കുള്ള ബസ്സിൽ കയറി ഇരുന്നു. പക്ഷെ നടക്കാൻ പറ്റും, ചെറുതായിട്ടേ പൊട്ടിയിട്ടുള്ളൂ. ആ ഒരു സമാധാനത്തിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അടൂരെത്തിയിട്ട് പുതിയ ചെരുപ്പ് വാങ്ങണമെന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി, ചെരുപ്പ് നടക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചെന്ന പാടെ ഒരു ബേക്കറി കയറി ലേസൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ പോയത് ഒരു സലൂണിലാണ്. അവളുടെ മുടി ഒന്ന് സെറ്റ് ചെയ്യണം, സ്ട്രെയിറ്റ് ചെയ്ത മുടിയായിരുന്നു. അപ്പം അത് ഒന്ന് റൂട്ട് ടച്ച് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ഒരുപാട് സമയമെടുത്തു. ഞാൻ ആകെ പോസ്റ്റ് അടിച്ച് എന്താ പറയുക, ഒന്നും ചെയ്യാനില്ലാതെ ഞാൻ അവസാനം ത്രെഡൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ അടൂരുള്ള ഈവ്സ് ആൻഡ് റൂബിയിലാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരം വരുന്ന ഒരു സലൂണാണ്. നല്ല സർവീസാണ്, ഭയങ്കര ഇഷ്ടമാണ്. നല്ല പക്കയായിട്ട് അവർ ചെയ്തു തരും. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറുകയാണ് കേട്ടോ. അങ്ങനെ പാലപ്പവും പൊറോട്ടയും ഡക്ക് റോസ്റ്റും ചിക്കൻ റോസ്റ്റും പിന്നെ നാടൻ കോഴിക്കറിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായിട്ട് നേരെ നമ്മൾ പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ വരുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമായിട്ട് ഞങ്ങൾ ഷോപ്പൊക്കെ ചെയ്യും അവിടെ ചെന്നാൽ. അപ്പോൾ ആദ്യം കണ്ടത് ഈ ഒരു ഹെഡ് ബാൻഡായിരുന്നു, അത് ഞാൻ വാങ്ങി. പിന്നെ നമ്മുടെ സ്ഥിരം നെയിൽ പോളിഷിൻ്റെ അവിടെ എത്തി. പക്ഷേ പുതിയ കളേഴ്സൊന്നും എനിക്കങ്ങനെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ പോലും 2 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് കണ്ടു, അത് ഞാൻ എടുത്തു. പക്ഷേ എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ആ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നിട്ട് ഐബ്രോ നോക്കി, കാജൽ ഐബ്രോ പെൻസിലൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ കാജൽ നോക്കി. പിന്നെ എനിക്ക് ചെരുപ്പാണല്ലോ വേണ്ടത്. ഫസ്റ്റ് ഞാൻ ചെരുപ്പ് നോക്കി. ചെരുപ്പ് ഒരെണ്ണം കണ്ടു വെച്ചിട്ട് ഞാനൊന്ന് മേളിലോട്ട് പോവുകയാണ്. അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ. എന്തായാലും വന്നേ എന്ന് വെച്ച് ഒന്ന് വന്നതാണ് ഇവിടെയൊക്കെ. അപ്പോൾ 499 299 ഒക്കെ നല്ല കളക്ഷൻസ് ഈ വട്ടം ഉണ്ടായിരുന്നു. നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആയിരുന്നു കൂടുതലും കേട്ടോ. ഭയങ്കര രസമുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടു. അതിന് പറ്റിയ ഒരു ബോട്ടവും കൂടി ഇട്ട് ഞാൻ ട്രയൽ റൂമിലെ കലാപരിപാടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ സൈസൊക്കെ തപ്പിപ്പിടിച്ച് ഞാനത് സെറ്റാക്കി. പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഫ്ലോറൽ ടൈപ്പ് ഡ്രസ്സുകളുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ താഴെ വന്ന് എനിക്ക് ചെരുപ്പാണല്ലോ വേണ്ടത്. ഫസ്റ്റ് ഞാൻ ചെരുപ്പ് തപ്പി എടുത്തിട്ടുണ്ട്. എന്തായാലും സമാധാനമായി ഒരു ചെരുപ്പ് കിട്ടി. അത്യാവശ്യം ഇടാൻ പറ്റിയ നല്ലൊരു മഴക്കാലത്തൊക്കെ പറ്റിയൊരു ചെരുപ്പാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ക്ലിപ്പൊക്കെ വാങ്ങിച്ചു. ക്ലിപ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 29 റുപ്പീസിൻ്റെയൊക്കെ ക്ലിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ കുറച്ച് എടുത്തു. പിന്നെ പെർഫ്യൂം ഒന്നും നോക്കിയതേ ഇല്ല, അങ്ങോട്ട് പോയതേ ഇല്ല. പിന്നെ ഇതായി ഒരു വെറ്റ് വൈപ്സ് എടുത്തു. നമ്മുടെ ബാഗിലൊക്കെ വെക്കാൻ പറ്റിയതാണ്, നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു ചെറിയ വ്ലോഗ്.